ഉദാരമായി സംഭാവനയാണ് സാർ. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 7-56 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 7 പേരിൽ ഒരാൾ പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ട് നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ തെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണിയല്ലോ അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ ഈ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ? അതെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ, ബാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞു തരുന്നില്ല. ഭാഗ്യം കണ്ട. ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറണ്ടൈ, കർണാടക ടൊറണ്ടൈ, ആന്ധ്ര ടൊറണ്ടൈ, തമിഴ്നാട് തൊണ്ടടേ. ഒരു കാര്യം പൗലോസിയേട്ടൻ മനസ്സിലാക്കണം. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷൂർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ല പോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണൂ. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചു കൊടുക്കും അല്ലേ? ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ, വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര്? കാണാനൊക്കെ മിടുക്കനാണ്. അയ്യോ പിന്നെ, ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ? ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ. ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത MLA ആണ്. ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്.
ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ 2 പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല തീർച്ച. 2 വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താനെന്താ പറയുന്നേ? 2 കൊല്ലത്തിന് ഞാൻ മരിച്ചു പോകുന്നു. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല. അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഓരോടുന്ന് താൻ ആരോടാണ് സംസാരിക്കുന്നറിയോ? ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിച്ചിട്ട് കാര്യമില്ല. ആ എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ആ. ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. ദേ, നേരാണോ തോണിച്ച? ഹാ, പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐ. സാറേ, പോലീസ് സാറേ, ഭാവിയുടെ ബാസുരം LIC. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞതാ ഒരു പോളിസി എടുക്കുന്നു. എങ്കിൽ ഇപ്പോ ഈ ആപത്ത് ഘട്ടത്തിൽ അത് ഉപകരിക്കുമായിരുന്നു. പോടോ, ഒരു പോളിസി എടുക്ക് സാറേ. താങ്കൾ പോകുന്നുണ്ടോ? എന്നാ അങ്ങോട്ട് ചെല്ലേ. ഇയാൾക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാവുന്നതാ. കയ്യിലിരിപ്പ് അതല്ലേ. ഞാനിപ്പോ പറയാന്നല്ലാണ്ട് വേറെ എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെയിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊഴിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം?